ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുഭാഷ് ഏട്ടൻ നല്ല കലിപ്പിലായിരുന്നു കേട്ടോ. കാരണം എന്താ, ഇവരെല്ലാവരും കൂടെ സുഭാഷ് ഏട്ടന് വേണ്ടി സുനന്ദേനെ പെണ്ണ് ചോദിക്കാൻ പോയി. പക്ഷെ അവിടെ നിന്നും കടുത്ത അപമാനമാട്ടോ അവർ ഏറ്റുവാങ്ങിയത്. ഇത് സുഭാഷിൻ്റെ ഫ്രണ്ട് വഴിയാണ് സുഭാഷ് അറിയുന്നതും. ഇത് കേൾക്കാത്ത പാതി വീട്ടിലേക്ക് വന്ന് അവരെ ചീത്ത പറയാണ് സുഭാഷ്. നിധിയാണല്ലോ എല്ലാത്തിനും കാരണക്കാരി. അവൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടം ആവുന്നുണ്ട്. അങ്ങനെ നിധി സുഭാഷ് ഏട്ടനോട് സോറി പറയാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് സുനന്ദേനെ ഇഷ്ടമാണ്, പക്ഷെ അവൻ നടക്കാൻ പോകുന്നില്ല മോളെ, നീ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല, പോട്ടെ സാരില്ല, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവളോട് പറയണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഞാനൊരു കല്യാണം കഴിക്കണം, അതല്ലേ നിങ്ങളുടെ ആഗ്രഹം, ഞാനത് സാധിച്ചു തന്നോളാം. മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുട്ടി ജ്യോതി, അവളെ ഞാൻ കെട്ടിക്കോളാം എന്നും പറഞ്ഞിട്ട് പോവാണ്. അപ്പോഴാണ് നിധിക്ക് ആകെ വിഷമം കൂടുന്നത്. കാരണം ആ കുട്ടി വേണ്ടാന്ന് പറഞ്ഞ കാര്യം സുഭാഷ് ഏട്ടനോട് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കുട്ടീനെ മനസ്സിൽ വെച്ചിട്ടാണോ സുഭാഷ് ഏട്ടൻ നിൽക്കുന്നത്? അതും ഒരു ചതിയല്ലേ എന്നൊക്കെ അവൾക്ക് തോന്നുകയാണ്. അവളത് കേട്ട പാതി തന്നെ ഓടി മറ്റുള്ളവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നികേഷും ഹരീഷും സുധീഷും കൂടെ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവരെല്ലാവരും പരസ്പരം മുഖത്തോട് നോക്കിയിട്ട് ചോദിക്കുകയാണ്, അടുത്ത് എന്ത് പ്രശ്നമാണ്? അപ്പോൾ നിധി പറയാണ്, എല്ലാ ജ്യോതി എന്ന് പറഞ്ഞ കുട്ടി വേണ്ടാന്ന് പറഞ്ഞ കാര്യം നമ്മൾ സുഭാഷ് ഏട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ. സുഭാഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിക്കുന്നതല്ല ആഗ്രഹം, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കുട്ടീനെ കല്യാണം കഴിച്ചോളാന്ന്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ വേറെ പെൺകുട്ടിനെ നോക്കാൻ പോവുമല്ലേ? അത് കേട്ടപ്പോൾ അവർ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പറഞ്ഞാലോ സുഭാഷ് ഏട്ടനോട്? അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയാൻ കേട്ടോ. അങ്ങനെ ഹരീഷ് പറയുന്നുണ്ട്, നമുക്കിപ്പോൾ തൽക്കാലം ഒരു പെൺകുട്ടീനെ നോക്കാം. എന്തായാലും സുനന്ദേച്ചിൻ്റെ കല്യാണത്തിന് മുന്നേ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിയണം, അത് വേണം. ഇവിടെ അതിന് മുന്നേ ഒരു പന്തൽ ഉയരണം. അപ്പോൾ നമുക്ക് വേഗം ഒരു പെൺകുട്ടീനെ കണ്ടുപിടിക്കാം, എന്നിട്ട് സുഭാഷ് ഏട്ടനോട് ഈ കാര്യം പറയാം. അത് പറഞ്ഞപ്പം നിധിക്ക് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ, അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാണ്, ഞാൻ കുറച്ച് പ്രൊഫൈൽസൊക്കെ നോക്കിയിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ, 2-3 സെറ്റ് ആയിട്ടുണ്ട്, ദാ ഈ കുട്ടി എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അങ്ങനെ അതും പറഞ്ഞ് നിധി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവൾ പോയ വൈത്തല തന്നെ നമ്മുടെ സുധീഷും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. നിധിയാണെങ്കിൽ ഫോണിൽ നോക്കി നിൽക്കായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ അവളെ കണ്ടപ്പോൾ സുധീഷ് അവളെ വിളിക്കുന്നുണ്ട്, നിധി, നീ ഞങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ നിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു പോവാണോ? നിനക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ? റാങ്ക് മേടിക്കണം, പഠിക്കണം, ഡിസൈൻ ചെയ്യണം, എന്നിട്ട് വലിയൊരു ഡിസൈനർ ആവണം, എന്തൊക്കെ മോഹങ്ങളായിരുന്നു, അതെല്ലാം നീ മറന്നോ? നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ എല്ലാം ഒഴിവാക്കിയോ? അത് കേട്ടപ്പോൾ നിധിക്കൊന്ന് ചൊടിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, സുധീഷ് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട, ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അവൻ വീണ്ടും പറയുന്നുണ്ട്, നിനക്കറിയാം അത് ഓക്കെ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, നിൻ്റെ സമയം വേസ്റ്റ് ആവേ ഉള്ളൂ. അപ്പോൾ നീ നിൻ്റെ കാര്യം നോക്ക്. എനിക്കും ആഗ്രഹം അതാണ്, നീ നല്ലൊരു നിലയിലെത്തണം, ഞങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. അതും കൂടെ കേട്ടപ്പോൾ നിധിൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിയുകയും ചെയ്തു. അവൾ ആ കാര്യത്തിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നിട്ട് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, ഈ കാര്യമൊക്കെ നിധി മറന്നാലും ഞാനൊരിക്കലും മറക്കില്ല, അതൊക്കെ നേടിയെടുക്കണം. അത് പറയുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. നോക്കാമെന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൾ എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. അത് കണ്ടപ്പോൾ സുധീഷിൻ്റെ മനം വല്ലാതെ അങ്ങ് കുളിർന്നു. അവന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇതങ്ങോട്ട് ഏറ്റു എന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചണിലാണെങ്കിൽ നികേഷും സുഭാഷാണ് കേട്ടോ ഉള്ളത്. സുഭാഷ് പാചകം ചെയ്യുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ ഓരോ ഡൗട്ട് ചോദിക്കുകയാണ്, വെണ്ടയ്ക്ക എന്താ അങ്ങനെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. ഹോളിലാണെങ്കിൽ സുധീഷും ഹരീഷും ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഹരീഷിനോട്, ഞാനൊരു റിയാക്ഷൻ വീഡിയോസ് ചെയ്താലോ എന്ന് ആലോചിക്കുക, അങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഹരീഷ് ഒന്ന് പുച്ഛിച്ചിട്ട് പറയുന്നുണ്ട്, ഇയാൾ പിന്നെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പൂട്ടിക്കോളൂ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൾ ഒന്ന് ചിരിച്ചിട്ട് പോവാണ്. അപ്പം സുധീഷ് അവൻ്റെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അവളുടെ മുന്നിൽ നിന്നാണ് കേട്ടോ നാണം കെടുത്തുന്നത്. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, തലയ്ക്ക് അടിക്കരുത് കേട്ടോ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന്. കിച്ചണിലാണെങ്കിൽ നികേഷും സുഭാഷും ഭയങ്കര സംസാരം. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൂട്ടായോ? അപ്പം നികേഷ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല ഇന്നലെ സുഭാഷ് ഏട്ടൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടനോട് ഞങ്ങളോട് മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല എടുത്തി. സുഭാഷ് ഏട്ടൻ അങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ മിണ്ടും. ഞങ്ങൾ മിണ്ടാതിരിക്കാനൊന്നും സുഭാഷ് ഏട്ടനും പറ്റില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കേട്ടോ. അങ്ങനെ സുഭാഷ് അവർക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഹരീഷും സുധീഷും തമ്മിൽ അടി നടക്കുന്നത് കേട്ടോ. സുധീഷ് പറഞ്ഞു, എടാ ഹരീഷേ, ഞാൻ വലിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുന്നതിൻ്റെ അസൂയല്ലടാ നിനക്ക്. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എനിക്കെന്തിനാ അസൂയ, എനിക്ക് പുച്ഛാണ്. ഇതിനൊക്കെ പോയി തലയിടുന്നുണ്ടല്ലോ, അതിൻ്റെ പുച്ഛം. അത് കേട്ടപ്പോൾ എന്താടാന്ന് പറഞ്ഞിട്ട് സുധീഷ് അവനെ തോണ്ടുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയാവുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോഴേക്ക് നിധി അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് അവരോട് ചൂടാവുന്നുണ്ട്. എന്താണിത്? ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ രണ്ടുപേരും നല്ല സംസാരത്തിലായിരുന്നല്ലോ, അപ്പോഴേക്കും അടിയായോ? എന്താണിതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് വന്നിട്ട് അവരെ ശകാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.